ഹായ്, എല്ലാവർക്കും വോയിസ് ഓഫ് ദേവിയിലേക്ക് സ്വാഗതം. വീണ്ടും ഞങ്ങളൊരു ഗരുഡൻ തൂക്കത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഗരുഡൻ തൂക്കം വഴിപാടായി നടത്തുന്ന വീട്ടിലെ ആദ്യ അവസാന എല്ലാ ചടങ്ങുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഗരുഡൻ തൂക്കത്തെക്കുറിച്ച്. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഗരുഡൻ തൂക്കം. ദാരികവധത്തിന് ശേഷം രക്തദാഹം അടങ്ങാത്ത ഭദ്രകാളിയെ ശാന്തമാക്കാൻ മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ കാളിയുടെ അടുത്തേക്ക് അയക്കുന്നു. നൃത്തം ചെയ്ത് ചോരയൊലിച്ച ഗരുഡനെ കാളിയുടെ അടുത്തേക്ക് അയച്ച് ഗരുഡനിൽ നിന്നും കുറച്ചു തുള്ളി രക്തം കുടിച്ചതിന് ശേഷമാണ് കാളിയുടെ രക്തദാഹം ശമിച്ചത്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗരുഡൻ തൂക്കം എന്ന ആചാരം നടത്തപ്പെടുന്നത്. സന്ധ്യാനേരത്തോടെ വിളക്ക് വെച്ച് അറിയിപ്പ് മേളം ആരംഭിക്കുന്നു. അതോടൊപ്പം അകത്തും വിളക്ക് കൊളുത്തി മുഖത്തെഴുത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു. തൂക്കം വഴിപാടായി നടത്തുന്നവർ ദക്ഷിണയോടൊപ്പം ഉത്തരീയ പുടവയും നൽകി ചടങ്ങുകൾ ആരംഭിക്കുന്നു. ഇന്നത്തെ ഗരുഡൻ തൂക്കം വഴിപാട് നടത്തുന്നത് എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് ഗരുഡൻ്റെ മുഖത്തെഴുത്ത് മുതലുള്ള ചടങ്ങുകൾ വീഡിയോയിൽ പകർത്താൻ സാധിച്ചു. ഗരുഡൻ തൂക്കത്തിൻ്റെ മുഖത്തെഴുത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ഗരുഡനാകുന്നവർ തന്നെയാണ് അതിൻ്റെ മുഖത്തെഴുത്ത് നടത്തുന്നത്. പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ് എന്നീ നിറങ്ങൾ ഉപയോഗിച്ചാണ് ഗരുഡൻ്റെ മുഖത്തെഴുത്ത് നടത്തുന്നത്. നെറ്റി മുതൽ മൂക്കിൻ്റെ ഭാഗം വരെയാണ് കേട്ടോ മുഖത്തെഴുത്ത് നടത്തുന്നത്. ഇത് ഗരുഡൻ്റെ കൊത്തുമാലയാണ് കേട്ടോ. അതുപോലെ തന്നെ കിരീടം, തോട, കൊക്കും വിളക്കിന് സമീപത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഗരുഡന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് മോനും ഇത് അച്ഛനുമാണ്. അച്ഛനും മോനുമാണ് കേട്ടോ ഗരുഡന്മാരാവുന്നത്. ഇവിടെ നമ്മൾ ഗണപതിക്ക് വെച്ചു, വിളക്കത്ത് വെച്ചു. പിന്നെ ഉള്ളത് ഉത്തിരിയ പുടവ, കച്ച, തോർത്ത്, പിന്നെ ഉള്ള കൊത്തുമാല ഇതെല്ലാം അവർ തരുക. അത് മേടിച്ച് നമ്മൾ വെട്ടെന്ന് പറഞ്ഞ തോർത്ത് മേടിക്കുക. അത് പാമ്പിൻ്റെ ഇത് നമ്മുടെ കഴുതായി കെട്ടുന്ന അത് ഇത് കെട്ടിയാക്കുന്നത് തിരിച്ച് കെട്ടിയാൽ ഒത്തിരി പുടവ. ഇത് നമുക്കുള്ള കൊത്തുമാല അമ്പലത്തിൽ ചെല്ലുമ്പോൾ കൊത്തിയിട്ട് വീട്ടുകാർക്ക് കൊടുക്കാനുള്ള മുഖത്തെഴുത്തിന് ശേഷം കൊക്ക്, തോട, കിരീടം ഇതെല്ലാം അണിയൂട്ടവര്.
വേഷവിധാനങ്ങളെല്ലാം കഴിഞ്ഞ് അവരിനി ഗരുഡൻ ബൈറ്റിന് വേണ്ടിയിട്ട് പുറപ്പെടാൻ നിൽക്കും കേട്ടോ മുറ്റത്ത്. അപ്പോൾ മേളക്കാർ നല്ല തകൃതിയായിട്ട് മേളം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗരുഡൻ ബൈറ്റ് കണ്ടാലോ. ആദ്യം ഭൂമിദേവിയെ വണങ്ങി പിന്നെ കുടുംബത്തിലുള്ള മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി അതുപോലെ തന്നെ മേളക്കാരുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഗരുഡൻ ബൈറ്റ് ആരംഭിക്കുന്നത്. ഇത് ഗരുഡന് ദക്ഷിണയായി കൊടുക്കുന്ന കൊത്തുപണമാണ് കേട്ടോ. ഇത് ഗരുഡൻ കുഞ്ഞുങ്ങളെ ഒഴിയുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ തുമ്പിമോളാണ് കേട്ടോ. ആദ്യമൊക്കെ ആൾ കരയാതെയൊക്കെ ഇരുന്നു, പക്ഷെ ഗരുഡൻ ഓരോ ആക്ഷനും കാണിച്ചപ്പോൾ കുഞ്ഞു കരഞ്ഞു പോയിട്ടോ. അച്ചടാ, എനിക്കും കൂടെ സങ്കടം വരുന്നത് കണ്ടിട്ട്. പക്ഷെ ഞാൻ ഈ ഒരു സീൻ കണ്ടതല്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്താ ഫുഡ് കൊടുക്കാനായിട്ടൊക്കെ മാറിയത് കാരണം ഇത് ഞാൻ കണ്ടില്ല. ഞാൻ ഇപ്പോഴാണ് ശരിക്കും കാണുന്നത് കേട്ടോ. അച്ചോടെ എന്നിട്ടും അത് പൈസ വെച്ച് നീട്ടി എൻ്റെ തോന്നിരായിരുന്നു. ഓരോ ആളുകളും പല രീതിയിലാണ് കേട്ടോ കൊത്തുപണം കൊടുക്കുന്നത്. ഇത് കുഞ്ഞുങ്ങളെ ഒഴിയണതാണ്. ഇതെൻ്റെ പാപ്പയാണ് കേട്ടോ. നെറ്റിയിൽ കോയിൻ വെച്ച് ഗരുഡന് കൊടുക്കണതാണ് കേട്ടോ. എത്ര പാടുള്ളതാണെങ്കിലും ഗരുഡൻ അത് കുത്തിയെടുക്കും കേട്ടോ. ഗരുഡൻ്റെ വേഷം കെട്ടി പയറ്റുന്ന വ്യക്തിയുടെ മെയ് വഴക്കവും ഏകാഗ്രതയും എത്രമാത്രം ഉണ്ടെന്ന് തെളിയിക്കുന്ന ചില പ്രകടനങ്ങളാട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഇത് തേജുബാവ കൊത്തുപണം കൊടുക്കുന്നതാണ് കേട്ടോ. ആ സമയത്ത് ഗരുഡൻ തേജുമോനെ എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഞാൻ ശരിക്കും എന്താ പറയുക, അവൻ പേടിച്ച് കരയുമെന്ന് ഓർത്ത് തന്നെ കേട്ടോ ഞങ്ങൾ എല്ലാവരും ഇരുന്നത്. പക്ഷെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാ കുട്ടികളെ എടുത്ത് ഒത്തിരി കുട്ടികളെ എടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞു. പക്ഷെ ഏറ്റവും കൂടുതൽ സമയം കയ്യിലിരുന്നത് ഇവനാണ്. അവനെ കയ്യിൽ പിടിച്ചാണ് ഗരുഡൻ ഒത്തിരി നേരം കളിച്ചു കേട്ടോ. അവനത് ഭയങ്കര സന്തോഷമായി. പേടിയൊന്നും ഇല്ലാണ്ട് ആൾ ഇരുന്നു കേട്ടോ.
ഗരുഡൻ തൂക്കത്തിൻ്റെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഐതിഹ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഇത് ഞാൻ കൊത്തുപണം കൊടുക്കുന്നതാട്ടോ. എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം ഇങ്ങനെ നിന്ന് എന്നെ പേടിപ്പിക്കാൻ നോക്കി. ശരിക്കും ഞാൻ പേടിച്ചാണ് നിൽക്കണത്. പക്ഷെ ഞാൻ ധൈര്യം സംഭരിച്ച് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കുറേ നേരം എടുത്തു എൻ്റെ കയ്യിൽ നിന്ന് കൊത്താനായിട്ട്. നമ്മൾ വീഡിയോ ഇച്ചിരി സ്പീഡിൽ വിട്ടത് കാരണം കേട്ടോ. ഇതെൻ്റെ ഒരു അനിയത്തിയുടെ മോളാട്ടോ. ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തത്. ആള് ശരിക്കും പേടിച്ച് കരഞ്ഞു കേട്ടോ. ഇത് ഗരുഡൻ ബൈറ്റിന് ശേഷം വീട് ഒഴിയണതാണ് കേട്ടോ. വീടിൻ്റെ 4 ദിക്കിലും തെള്ളി എറിഞ്ഞ് വീട് ഒഴിയും. വീട്ടിലെ ഗരുഡൻ്റെ നൃത്തപ്രകടനത്തിന് ശേഷം ഇനി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ചടങ്ങുകളാണ് കേട്ടോ. നമ്മളൊരു ടെമ്പോ വണ്ടിയിലാണ് ചാട് സെറ്റ് ചെയ്തേക്കണത്. തൂക്കച്ചാടിൻ്റെ 2 സൈഡിലും പഴക്കൊല കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗരുഡന്മാർ നമുക്കത് കൊത്തി എറിഞ്ഞു തരും. നമുക്കത് പ്രസാദമായിട്ടാണ് കേട്ടോ നമ്മളത് സ്വീകരിക്കുന്നത്. ഇവിടുന്ന് നടന്നാട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നു. ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ, അടുത്ത് തന്നെ. ഇതാണ് ഞങ്ങളുടെ കീഴൂർ ഭഗവതി ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് കീഴൂർ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. ഇപ്പോൾ നേരത്തെയൊക്കെ ഈ പാന മഹോത്സവം ദൂരദർശനിൽ ലൈവായിട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മ്യാലെന്ന് പറയും. ഇവിടെയാണ് എല്ലാ വർഷവും തൂക്കം നടക്കുന്നത് കേട്ടോ. നമ്മളാണ് ആദ്യം ചെയ്യുന്നത്. നമ്മുടെ തൂക്കമായിരുന്നു കേട്ടോ. ഇനി കുറേ തൂക്കങ്ങൾ വരാനുണ്ട്. ഇതേതോ ഒരു തൂക്കം വരുന്നതിന് മുന്നോടിയായിട്ട് തൂക്കം നടത്തുന്ന വീട്ടുകാർ വെടിക്കെട്ട് നടത്തുന്നതാട്ടോ. ഈ തൂക്കം വരുന്നതിനാട്ടോ ആ വെടിക്കെട്ട് അവിടെ നടന്നത്. ഇത് അടുത്ത തൂക്കം വന്നതാണ്. ഇങ്ങനെ ഓരോ തൂക്കങ്ങൾ ഇങ്ങനെ വണ്ടികളിൽ വരും. ഒത്തിരി ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരും കേട്ടോ. മ്യാലിലെ തൂക്കപ്പയറ്റിന് ശേഷം ദേവിക്ക് മുന്നിൽ പയറ്റി പാമ്പ് കൊത്തി ദേവിയെ വലം വയ്ക്കുന്നു. കൊത്തുമാലയാണ് പാമ്പായി ഇവിടെ സങ്കല്പിക്കുന്നത്. ദേവിയെ വലം വെച്ചിറങ്ങിയ ഗരുഡന്മാര് മ്യാലിലെത്തി തൂക്കച്ചാടിൽ കയറി ചൂണ്ട കുത്തുന്നു. ചൂണ്ട കുത്തിയ ശേഷം തൂക്കച്ചാടിൽ കയറി ദേവിയെ ചെന്ന് വണങ്ങുന്നു. ഈ തൂക്കച്ചാടിന് ഭയങ്കര വെയിറ്റാണ് കേട്ടോ. ഇതെൻ്റെ മുത്തശ്ശനാണ് ഉണ്ടാക്കിയത്. 2 എണ്ണം ഉണ്ട് കേട്ടോ ഇത്തരം തൂക്കച്ചാട്. ചൂണ്ട കുത്തിയ ഗരുഡന്മാർ ചാടിൽ കയറി ദേവിയെ വണങ്ങുന്നതോടുകൂടി ചടങ്ങുകൾ അവസാനിക്കുന്നു. ഗരുഡൻ കൊത്തിയെടുത്ത കൊത്തുമാല തൂക്കം വഴിപാടായി നടത്തിയവർക്ക് പ്രസാദമായി നൽകുകയും അവരത് 1 വർഷക്കാലം വീട്ടിൽ സൂക്ഷിച്ച ശേഷം ഒഴുക്കുള്ള വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുന്നു. കീഴൂർ ഭഗവതി ക്ഷേത്രത്തിലെ മേടം 12 പാന മഹോത്സവത്തോടനുബന്ധിച്ചാണ് തൂക്കം നടത്തി വരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.